Good morning, my dear students. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പേപ്പറിൻ്റെ ക്രീം സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താ GST എന്നുള്ളതിനെക്കുറിച്ച് പരിപൂർണമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവില്ല. ഒരു ജനറൽ അവയർനെസ്, ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കും. പക്ഷേ ഒരു ജനറൽ അവയർനെസ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് ശേഷം നടന്ന മെജോറിറ്റി ആയിട്ടുള്ള ടാക്സ് റിഫോംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാക്സ് റിഫോമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഇൻ ഇന്ത്യ, അല്ലേ? ഇന്ത്യയിൽ GST കൊണ്ടുവരിക എന്നുള്ളതാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്ക് ഇന്ത്യയിൽ വന്ന ടാക്സ് റിഫോംസിലെ ഏറ്റവും വലിയ ഒരു മാർക്കിംഗ്, അല്ലെങ്കിൽ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് കരുതപ്പെടുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ GSTനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഏറ്റവും കൂടുതൽ അവബോധം ഉണ്ടാവേണ്ടത് എന്താണ് ടാക്സ് സിസ്റ്റം. ഈ GST വരുന്നതിന് മുൻപ് എന്താണ് ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്ത ടാക്സ് സിസ്റ്റം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം, അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ സാധാരണഗതിയിൽ 2 തരത്തിലാണ് ടാക്സസ് ഉണ്ടായിരുന്നത്, ടാക്സ് പ്രിവെയിൽ ചെയ്തിരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ 5th സെമ്മിൽ പഠിച്ച പോലെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സുമാണ്, അല്ലേ? ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറഞ്ഞു, ദ ഇൻസിഡൻറ്റ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദ ടാക്സ് ഫോൾസ് അണ്ടർ വൺ ഹെഡ്. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു, അല്ലേ? അതായത് ടാക്സ് അടയ്ക്കേണ്ട ബാധ്യത ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമാണെങ്കിൽ അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയണം. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യുന്ന ചില ഇൻകംസ് ഉണ്ട്, അതാണ് ഈ ഡയറക്റ്റ് ടാക്സസിൽ വരുന്നത്, അല്ലേ? എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ്, അതേപോലെ കോർപ്പറേറ്റ് ടാക്സൊക്കെ ഈ ഡയറക്റ്റ് ടാക്സസിൽ വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് കൊടുക്കാതെ പക്ഷേ ഒരു തേർഡ് പാർട്ടിയിലൂടെ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ പ്രോഡക്ട്സിനോ അല്ലെങ്കിൽ ഗുഡ്സിനോ ഒക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് 2ആയിട്ട് എഗെയിൻ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സെൻട്രൽ ഇൻഡയറക്റ്റ് ടാക്സും സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഡയറക്റ്റ് ടാക്സും, അല്ലേ? അപ്പോൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സസിൽ വരുന്നതാണ് സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന ഐറ്റംസൊക്കെ. ഓക്കെ, അപ്പോൾ കടത്ത് കൂലിയും അതേപോലത്തെ സേവനങ്ങൾക്കുള്ള ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയും എല്ലാം നേരിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് ഇൻഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ടാക്സസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സസ് ആണ് സെയിൽ ടാക്സ്, അതേപോലെ വാല്യൂ ആഡഡ് ടാക്സ്, ലക്ഷറി ടാക്സ് എന്നിവ. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സസ് മേജറായിട്ട് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇൻഡയറക്റ്റ് ആയിട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് എത്തിക്കുന്നത് ഈ 2 ഗവൺമെൻറ്റ്സിനാണ്, സെൻട്രലും സ്റ്റേറ്റിനും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് ഇൻഡയറക്റ്റായി പോകുന്ന ടാക്സസ് ആണ് സർവീസ് ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്നത് സെയിൽസ് ടാക്സും വാല്യൂ ആഡ് ടാക്സും അതേപോലെ ലക്ഷറി ടാക്സ് എക്സെട്ര അങ്ങനത്തെ ടാക്സസ്. ഓക്കെ, അപ്പോൾ ഈ ടാക്സ് റിഫോംസ് വന്നതിന് ശേഷം, അതായത് ഈ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്ത GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് എല്ലാം കൂടിയിട്ട് ഒരൊറ്റ ടാക്സായി. അതായത് വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ള സ്ലോഗൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ടാക്സസിനെല്ലാം ഒരൊറ്റ ടാക്സായിട്ട് നമ്മൾ കോളപ്പ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST. ഓക്കെ, അപ്പോൾ ഈ GST എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ തന്നെ 3 തരത്തിലുണ്ട്. അതായത് സെൻട്രൽ GST ഉണ്ട്, സ്റ്റേറ്റ് GST ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് GST ഉണ്ട്. അതായത് CGST, SGST, IGST. സെൻട്രൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യുന്നതും, സ്റ്റേറ്റ് GST പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നതും, ഇൻ്റഗ്രേറ്റഡ് GST പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുമായിട്ട് ട്രേഡിംഗ് നടത്തുന്ന ഈ ട്രേഡേഴ്സിന് ചുമത്തപ്പെടുന്ന GST അല്ലെങ്കിൽ അവരടയ്ക്കേണ്ട GST ആണ് ഇൻ്റഗ്രേറ്റഡ് GST. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന GST അതായത് ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവർ ഇയർലി ഉള്ള ഒരു പ്രൊഡ്യൂസേഴ്സ്, മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മാൻ
എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു GSTN, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് GSTN എന്ന് പറയുന്നത്, GSTIN, ഓക്കെ, ടിൻ നമ്പർ എന്നാണ് പറയുന്നത്, അതായത് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ ടിൻ നമ്പർ, ടിൻ നമ്പർ എന്തായാലും ഗവൺമെൻറ്റിൽ നിന്ന് നിശ്ചിത ഫോറത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഈ GST നമ്പർ ഈ പറഞ്ഞ ട്രേഡേഴ്സ് കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ നമ്പർ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഗവൺമെൻറ്റിലേക്ക് ഈ പറഞ്ഞ കളക്ട് ചെയ്യപ്പെടുന്ന ടാക്സസ് അടയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ടുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സസിനെയും ഒറ്റ പേരിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നു. 20 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവറുള്ള വ്യക്തികളെല്ലാവരും GSTN നമ്പർ കരസ്ഥമാക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കാൻ ഈ പറഞ്ഞ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താ? ഈ പറഞ്ഞ GSTN ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? അത് വൺ നേഷൻ വൺ ടാക്സ്, അതായത് ഒരു നേഷനിൽ ഒരൊറ്റ ടാക്സ് റേറ്റ്, ഒരു ടാക്സ് മാത്രം എല്ലാ ആൾക്കാരും കൊടുത്താൽ മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെന്താ പറയുന്നത്? രണ്ടാമത്തെ അഡ്വാൻറ്റേജായി പറയുന്നത് സ്റ്റോപ്പിംഗ് കാസ്കേഡിങ് എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിൻ്റെ മുകളിൽ ടാക്സ് കൊടുത്തിരുന്നു, അതായത് GST വരുന്നതിന് മുൻപേ അങ്ങനത്തെ ഒരു എഫക്റ്റായിരുന്നു. അപ്പോൾ ആ കാസ്കേഡിങ് എഫക്റ്റ് ഇല്ലായ്മയായി. അത് ഇല്ലാണ്ടാക്കാൻ ഈ പറഞ്ഞ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാരണം നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റും. എന്താണ് ഈ കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ സാധാരണ 3 ആൾക്കാരുണ്ടാവും. മാനുഫാക്ചറർ ഉണ്ടാവും, ഹോൾസെയിലറുണ്ടാവും, അതേപോലെ റീറ്റെയിലറും ഉണ്ടാവും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? ഹോൾസെയിലർ ഇപ്പോൾ നോക്കി നോക്കും, മാനുഫാക്ചർ 50 രൂപയ്ക്ക് ഫോർ എക്സാമ്പിൾ മെറ്റീരിയൽസ് വാങ്ങി അയാളത് പ്രോസസ്സ് ചെയ്തു, അയാളെ പണിക്കൂലിയും പ്രോഫിറ്റും ചേർത്ത് ഒരു 50 രൂപ പ്രോഫിറ്റും ചേർത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്, അല്ലേ? ഇനി അയാൾക്ക് ഈ പറഞ്ഞ മാനുഫാക്ചറും ഹോൾസെയിലറും റീറ്റെയിലറും എല്ലാം 10% ടാക്സാണ് കൊടുക്കുക എന്നുള്ളത് ഒന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാനുഫാക്ചറർ അയാളുടെ 50 + 50 100 രൂപയിൽ 10% ടാക്സും കൂടി ആഡ് ചെയ്തിട്ട് ഹോൾസെയിലർക്ക് മാനുഫാക്ചർ ആ പ്രോഡക്റ്റ് വിൽക്കണ സമയത്ത് അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും? 10%, 100-ൽ 10% പറയുമ്പോൾ 10 രൂപ. അപ്പോൾ അതും കൂടി ചേർത്ത് 110 രൂപയ്ക്കാണ് അദ്ദേഹം ഹോൾസെയിലർക്ക് വിൽക്കുക. ഇനി ഹോൾസെയിലർ അദ്ദേഹത്തിൻ്റെ 10% ടാക്സ് അതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എത്രയായിരിക്കും? അതിൻ്റെ 120 രൂപയായിരിക്കും, അല്ലേ? 10 രൂപയും കൂടി ആവുന്ന സമയത്ത് 120 രൂപയായിരിക്കും. ഓക്കെ, ഇനി അതും ഇതേപോലെ റീറ്റെയിലിലേക്ക് എത്തുന്ന സമയത്ത് 10% ആവും. അങ്ങനെ ഈ 3 സ്റ്റേജും കഴിഞ്ഞ് ആ പ്രോഡക്റ്റ് അൾട്ടിമേറ്റ് കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്ന സമയമാകുമ്പോഴേക്കും അതിന് ഏകദേശം 150 രൂപയിൽ കൂടുതൽ, 156 രൂപ സംതിങ് പൈസ വരും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളും ഇപ്പോൾ മാനുഫാക്ചർ അടച്ച ടാക്സിൻ്റെ മുകളിൽ വീണ്ടും ഹോൾസെയിലർ ടാക്സ് കാണാണ്, അതേപോലെ ഹോൾസെയിലർ അടച്ച ടാക്സിൻ്റെ മുകളിൽ വീണ്ടും റീറ്റെയിലർ ടാക്സ് കാണാണ്. അപ്പോൾ ഈ ഒരു കാസ്കേഡിങ് എഫക്റ്റ് GST വന്നതോട് കൂടിയിട്ട് ഒരൊറ്റ തവണ ഈ പറഞ്ഞ എല്ലാ സ്റ്റേജസിലും കൂടിയിട്ട് ഒരൊറ്റ ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ആ കാസ്കേഡിങ് എഫക്റ്റ് ഇല്ലാണ്ടാക്കാൻ ഈ പറഞ്ഞ GST വന്നതുകൊണ്ട് സാധ്യമായിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താ പറയണത്? ഈസ് ഓഫ് ബിസിനസ് ചെയ്യാൻ ഏറ്റവും ഈസിനെസ് ഈ പറഞ്ഞ GST ഇൻട്രൊഡ്യൂസ് ചെയ്ത കാരണം ഉണ്ടായിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ് വേറൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ ഈ പറഞ്ഞ GST വന്നത് കൂടിയിട്ട് സഹായകമുണ്ട്. അതായത് ഓരോ തലത്തിലും നമ്മൾ കറക്റ്റ് ബില്ലിങ്ങോട് കൂടിയിട്ടാണ് പ്രോഡക്ട്സ് പുറത്ത് പോകുന്നത്. അപ്പോൾ ബില്ലിങ് വരിക കാരണം കറക്റ്റ് ഒരാൾ അടയ്ക്കേണ്ട നിശ്ചിത ടാക്സ് റേറ്റ് നമുക്ക് അറിയാൻ പറ്റും. കാസ്കേഡിങ് എഫക്റ്റ് ഇല്ല. GSTN ഉണ്ടെങ്കിൽ നമ്മൾ ബില്ല് കമ്പൽസറി ആവും. ബില്ലുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആർട്ടിഫിഷ്യലായിട്ടുള്ള ഈ പറഞ്ഞ ടാക്സ് അടയ്ക്കാതുള്ളൊരു ട്രേഡിങ്ങും അതേപോലെ തന്നെ ബ്ലാക്ക് മണി റേസിങ്ങും എല്ലാം ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് GST വന്നതോട് കൂടിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും 0 മുതൽ 28% വരെയാണ് സാധാരണ GST ടാക്സ് റേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. 0%, 5%, 12%, 18%, 28%. ഇതാണ് GST
GST സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞ്, അതായത് 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. നമ്മൾ നേരത്തെ ഇൻഡിവിജ്വലിൻ്റെ സ്ലാബ് റേറ്റ് കണ്ട പോലെ തന്നെ. അപ്പോൾ ഏകദേശം 1211 പ്രോഡക്റ്റ്സാണ് ഈ പറഞ്ഞ സ്ലാബ് റേറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ പെട്രോളിനും അതേപോലെ ആൽക്കഹോൾ, അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി, സിഗരറ്റ്, ഈ പറഞ്ഞ പ്രോഡക്ട്സിനൊന്നും ഇന്നും GSTയുടെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ GSTയുടെ അണ്ടറിൽ കൊണ്ടുവരാത്ത കുറച്ച് പ്രോഡക്ട്സാണ് ഈ പറഞ്ഞ പെട്രോള്, ആൽക്കഹോൾ, സിഗരറ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി ഒക്കെ. ഓക്കെ. അപ്പോൾ ഈ 0% വരുന്നത് വെജിറ്റബിൾസ്, അങ്ങനെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് 0% ആണ്. പിന്നെ 5% പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഉപയോഗിക്കും, പക്ഷേ എപ്പോഴും ഉപയോഗിക്കില്ല, പക്ഷേ അത്യാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് മെഡിസിൻസ് ഒക്കെ വരും. 12% വരുന്നത് ജ്യൂസസ്, ജാം, അതേപോലെ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ ഈ പറഞ്ഞ 12% വരുന്നതാണ്. 18% ഈ പറഞ്ഞ ടെക്സ്റ്റൈൽ പ്രോഡക്ട്സൊക്കെ 18% വരുന്നതാണ്. 28 പറഞ്ഞാൽ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഗുഡ്സിനും സർവീസസിനാണ് 28% GST വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്, GST വന്ന കാരണം ബിസിനസ് ഡള്ളാണ് എന്ന് പറയപ്പെടുന്നെങ്കിലും ഇതിന് അൾട്ടിമേറ്റായിട്ട് ഈ പറഞ്ഞ GST വരിക കാരണം ചില പ്രോഡക്ട്സിനൊക്കെ വില കൂടിയിട്ടുണ്ടെങ്കിലും ഓവറോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഒരു പ്രൈസ് റിഡക്ഷൻ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഐഡിയ. ഇതിൻ്റെ ഓരോ സ്റ്റേജസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഓക്കെ. താങ്ക് യു.